ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എങ്ങനെ സോപ്പ് ഉണ്ടാക്കാം എന്നാണ് എൻ്റെ ചിന്ത പോയത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോക്സ് ടൈമിലാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കൻ ബോക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സോപ്പ് ഉപയോഗിച്ചു. ആ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പാടുകൾ പോവോ എന്നുള്ള ഒരു പരീക്ഷണം കൂടി ആയിരുന്നു ചെയ്തു നോക്കിയത്. അതെനിക്ക് 100% വിജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി അത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ചെയ്യുന്നത്. ഈ സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ പരമായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്കുണ്ടാകുന്നില്ല. കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബേസായിട്ട് എടുത്തിട്ടുള്ളത് പിയേഴ്സ് സോപ്പാണ്. കണ്ടില്ലേ, ഈ പിയേഴ്സ് സോപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പിയേഴ്സ് സോപ്പിൻ്റെ ഫുള്ളും നമ്മൾ എടുത്തില്ല, ഏകദേശം ഒരു ഭാഗത്തിനേക്കാളും കൂടുതൽ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പേരയുടെ ഇല എടുത്തു, തുളസി എടുത്തു, പിന്നെ കക്കണ വേപ്പിൻ്റെ ഇല, പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പച്ചമഞ്ഞൾ, ആ പച്ചമഞ്ഞളിൻ്റെ തൊലി കളയുക, അതിനുശേഷം നന്നായി കഴുകുക. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വയ്ക്കും. പിന്നെ ബാക്കി നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ഇലകളൊക്കെ നല്ലതുപോലെ കഴുകിയെടുക്കുക. അതിലിപ്പോൾ പുഴുവൊക്കെ വന്നിട്ടുള്ള ഇലകളാണെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക. ഒരു 2-3 വട്ടം നമ്മളിതൊന്ന് നല്ലപോലെ കഴുകിയെടുക്കണം വെള്ളത്തിൽ കേട്ടോ. അങ്ങനെ ഇത് കഴുകിയെടുക്കുക. മഞ്ഞൾ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് കത്തി ഉപയോഗിച്ചിട്ട്. അത് നമ്മൾ മിക്സിയിലിട്ടു. പിന്നെ നമ്മൾ പേരയുടെ ഇല, കക്കന വേപ്പിൻ്റെ ഇല, തുളസി അത് കഴുകിയതും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളവും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പേരയുടെ ഇലയൊക്കെ നമ്മളൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്, കൈകൊണ്ട് തന്നെയാണ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലിട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ച് കിട്ടണം. അപ്പോൾ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായി പേസ്റ്റായിട്ട് തന്നെ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ നിന്ന് നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ നിന്ന് അതിൻ്റെ ചാറ്, അതായത് ആ വെള്ളം പോലെയുള്ളൊരു ഭാഗമില്ലേ, അതിലെല്ലാ സത്തുകളും അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരരിപ്പ ഉപയോഗിച്ച് നന്നായി നമുക്ക് അരിച്ചെടുക്കാം. ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ആ നീര് ഇങ്ങനെ ഒരു പാത്രത്തേക്ക് വരും. അത് നമ്മളെടുത്തു, അതൊരു ഗ്ലാസ്സിലേക്കായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള പേരയുടെയും കക്കന വേപ്പിൻ്റെ ഇലയുടെയും മഞ്ഞളിൻ്റെയും തുളസിയുടെയും നീരിലേക്ക് വിറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരു 3 എണ്ണം നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതാണിപ്പോൾ ചെയ്യുന്നത്. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കാനായിട്ട് നമ്മുടെ കൈവിരലുകൾ തന്നെ ഉപയോഗിക്കാം, അതിന് വേറൊന്നും വേണ്ട. ഇനി നമുക്ക് പിയേഴ്സ് സോപ്പ് എടുക്കാം. പിയേഴ്സ് സോപ്പിൻ്റെ ഏകദേശം ഒരു ഭാഗത്തിനേക്കാളും കൂടുതൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, കാണുന്നത് പോലെ ചെറുതായി ഈ പിയേഴ്സ് സോപ്പിനെ അരിഞ്ഞെടുക്കുക. ഈ അരിഞ്ഞത് ഇനി നമുക്ക് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ആ പാത്രം നല്ലതുപോലെ ആ വെള്ളം തിളയ്ക്കുന്നത് വരെ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഈ സോപ്പ് ഇറക്കി വെച്ച് കൊടുക്കുക. അതൊരു പാത്രത്തിലാക്കിയിട്ടാണ് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ വെള്ളം നല്ലതുപോലെ ചൂടാകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ സോപ്പ് കണ്ടില്ല വെള്ളം പോലെയാവും. ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത് ആ പാത്രങ്ങളിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സോപ്പ് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടുണ്ട്, അതെടുക്കുക. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നീര് ഒഴിച്ചു കൊടുക്കുക. കക്കന വേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയുടെയും അതുപോലെ തന്നെ മഞ്ഞളുടെയും ഒക്കെ ആയിട്ടുള്ള നീര് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഓരോ പാത്രത്തിലേക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സോപ്പും അതുപോലെ ഒഴിച്ചു കൊടുക്കുക, പിയേഴ്സ് സോപ്പിൻ്റെ. എന്നിട്ട് നമുക്കത് ഒന്ന് എന്ത് ചെയ്യാം, തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, സോപ്പായിട്ട് തന്നെ കിട്ടും. ഇത് നമുക്ക് സാധാരണ സോപ്പ് പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സോപ്പാണ് ഇത്. ഇതിലെല്ലാ ഐറ്റങ്ങളും നമുക്ക് വളരെ പരിചിതമായ ഐറ്റങ്ങൾ തന്നെയാണ്. കരിവാളിപ്പ് മാറാനും നിറം വയ്ക്കുവാനും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും മുഖക്കുരു മാറാനും ഇനി ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ വരെ മാറ്റാനും ഇതിന് കഴിയും. കാരണം അത്രയും നല്ല ഗുണമുള്ള ഒരു സോപ്പാണ് ഇത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ അഭിപ്രായം